കളങ്കാവൽ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ വിനായകൻ മമ്മൂക്ക നെഗറ്റീവ് റോൾ എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഒഫീഷ്യലിന്റെ മിന്നും പാറും ഒഫീഷ്യൽ ട്രെയിലർ, ഒന്നും പറയാനില്ല, ഒരു വാക്ക് പോലും പറയാനില്ല. ഒഫീഷ്യൽ ട്രെയിലർ മറ്റു പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ സമയത്ത് നമുക്ക് ഈ ഒരു ട്രെയിലർ കാണാനിട വരാറുണ്ട്. മമ്മൂക്കാൻ്റെ ആ നോട്ടം പോരെ, വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട. ആ ഒരു സിഗരറ്റും പിടിച്ചിട്ടുള്ള ആ നോട്ടം, ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. വേറെ ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ചിട്ട്. ഇപ്പം മമ്മൂക്ക എടുത്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, മമ്മൂക്കാന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടപ്പോൾ വീണ്ടും സിനിമയിലേക്ക് സജീവമായിരിക്കുകയാണ്. ആദ്യത്തെ പടം റിലീസാവാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ആദ്യമായിട്ട് വരികയാണ് ഒരു പടം കളങ്കാവൽ. അതൊരു ഹെവി പടമാണ്. അതുപോലെ തന്നെ അതൊരു ചരിത്രം മീൻസ് ഒരു ട്രൈബൽ ഒരു സംഭവം ഉള്ള ഒരു മൂവിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരു brilliant Jidin K. Jose, directed by Jidin K. Jose, brilliant director and distributed by Wayfarer and production company Mammootty Company. 27-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ സച്ച് എ ബ്രില്യൻ ട്രെയിലർ, ഒന്നും പറയാനില്ല. അപ്പോൾ 27-ാം തീയതിയിലേക്ക് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമുക്കത് ആ ഒരു ദൃശ്യവിസ്മയം നമ്മുടെ മുമ്പിലേക്ക് എത്താൻ. കാതൽ, നൻപകൽ നേരത്ത് മയക്കം, അതേപോലെ മമ്മൂക്ക ഇപ്പം തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് സെലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പിക്കിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മയുഗം. എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ? നമുക്ക് ഒന്നും പറയാനില്ല. അത്രയും ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു കലാകാരനെ നമുക്ക് മലയാളികൾക്ക് കിട്ടിയാൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. എന്തായാലും കളങ്കാവൽ 27-ാം തീയതി തിയേറ്ററിലേക്ക് എത്തും. ബിഗ് സ്ക്രീനിൽ നിന്ന് നമുക്ക് വിസ്മയം അനുഭവിക്കാം. അതേപോലെ വിനായകനെ കുറിച്ച് പറയേണ്ടതുണ്ട്. ഇറ്റ്സ് എ ബ്രില്യൻ്റ് ആക്ടർ. മമ്മൂക്ക വിനായകൻ കൂട്ടുകെട്ട്, അതൊരു ഫേസ് ടു ഫേസ് ആക്ടിങ് നമുക്ക് സമ്മാനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ട്രെയിലർ അത്രമാത്രം വിസ്മയകരമാണ്. കാത്തിരിക്കാം. 27-ാം തീയതി വരെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം.